കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ സമ്പൂർണ്ണമായ ദൈവിക വിശുദ്ധീകരണം എന്നുള്ള വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാം അവസാനിപ്പിച്ചത് എങ്ങനെയാണ് പ്രായോഗികമായ ജീവിത വിശുദ്ധി നമുക്ക് വർത്തമാനകാല ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയുന്നത്. അതിന് യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്തിലേക്ക് നാം എത്തി നോക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് യേശു ഭൂമിയിൽ ജീവിച്ചത്, താൻ പ്രവർത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കും അപ്രകാരം ഒരു ജീവിതശൈലി പുലർത്തുവാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. എങ്ങനെയായിരുന്നു യേശുക്രിസ്തുവിന്റെ ഐഹിക കാല ജീവിതം? ഒരു വിശ്വാസിയുടെ ഈ ലോക ജീവിതത്തിലെ വിശുദ്ധിയുടെ മാനദണ്ഡം ക്രിസ്തു ഈ ഭൂമിയിൽ കാഴ്ചവെച്ച ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് ലേഖനം 2:21 നാം ഇങ്ങനെ വായിക്കുന്നത്, അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കും. നല്ലൊരു മാതൃക. എന്തായിരുന്നു ആ മാതൃക? ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലം ഏതാണ്ട് 33.5 വർഷക്കാലമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും തന്റെ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് വളരെ പരിമിതമായ ഒരു രേഖ മാത്രമേ സുവിശേഷങ്ങളിലൂടെ, അതും തന്റെ ആദ്യത്തെ 30 വയസ്സ് വരെയുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള ജീവകാലഘട്ടത്തെ 3ആയി നമുക്ക് തിരിച്ചു പഠിക്കാവുന്നതാണ്. അതെന്തൊക്കെയാണ്? 1, യേശുക്രിസ്തുവിന്റെ ശൈശവ കാലഘട്ടം, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ചൈൽഡ്ഹുഡ്, പ്രാരംഭ ജീവിത കാലക്രമം. അത് യഹൂദയിലെ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പൂജാതനായ യേശുവിനെ നമുക്ക് ഇടയന്മാർ വന്ന് കാണുന്നത് സുവിശേഷങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. അനുക്രമമായി ശിശുവിനെ അമ്മയായി മറിയോടുകൂടെ വിദ്വാൻമാർ വീട്ടിൽ ചെന്ന് കാണുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് 2 പ്രസ്താവനകൾ ചരിത്രകാരനായി ലൂക്കോസ് രേഖപ്പെടുന്നത് ഒഴിച്ചാൽ കൂടുതലൊന്നും നമുക്കറിയുവാൻ കഴിയുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2:40 നാം ഇങ്ങനെ വായിക്കുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. ഇനി യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. അവിടെയാണ് ചില കാര്യങ്ങൾ നമുക്ക് സസൂക്ഷ്മം പഠിക്കേണ്ടതായിട്ടുള്ളത്. 1, യേശുവിന്റെ ശൈശവഘട്ടം. എന്താണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകത? ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി പാർത്തിരുന്നു. അപ്പോൾ തന്നെ ആത്മാവിൽ വളർന്നു, ദൈവത്തിന്റെ മനുഷ്യരുടെ കൃപയിൽ മുതിർന്നു വന്നു. സുവിശേഷത്തിന്റെ പ്രാരംഭ പേജുകളൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശു ഇവിടെ ഇപ്പോൾ കാണുന്നു ആത്മാവിൽ വളർന്നു. ഒരേ സമയത്ത് തന്നെ തന്റെ ശാരീരിക വളർച്ച, മാനസിക വളർച്ച, അല്ലെങ്കിൽ നാം അതിനെ ഭൗതിക വളർച്ച എന്ന് പറയുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ആത്മാവിൽ വളർന്നു. ഹി വാസ് സ്ട്രോങ് ഇൻ സ്പിരിറ്റ്. അത് പുറമേ കാണുന്നില്ല, ലോകം അറിയുന്നില്ല, പക്ഷെ ആത്മാവിൽ വളരുന്നു. പഴയ നിയമ വിശുദ്ധന്മാർക്ക് പ്രകാരം ഒരു ആത്മീയ വളർച്ചയെക്കുറിച്ച്, ആത്മാവിലുള്ള വളർച്ചയെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ യേശു ജ്ഞാനത്തിലും ആത്മാവിലും വളർന്നു. പഴയ നിയമത്തിൽ ശലോമോൻ ജ്ഞാനത്തിൽ വളർന്നു, ജ്ഞാനികളുടെ ജ്ഞാനിയായി മാറി, ജ്ഞാനത്തിൽ വളരെ ശ്രേഷ്ഠനായി തീർന്നു. പക്ഷേ ശലോമോൻ ആത്മാവിന്റെ വളർച്ചയിലായിരുന്നു. ഇനിയും നാം പഴയ നിയമ തിരുവഴുത്തുകൾ പഠിക്കുമ്പോൾ വളരെ ശക്തനായ ഒരു അഭിഷക്തൻ, അല്ലെങ്കിൽ ന്യായാധിപൻ, വളരെ ശക്തനായ ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വെളിപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശിംശോൻ. ശിംശോന് വളരെ കായിക ബലവും കരുത്തും ശക്തമായ അഭിഷേകവും വലിയ വീരപ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിലും ശിംശോന്റെ പ്രശ്നം ജ്ഞാനമില്ല. അഭിഷേകമുണ്ട്, ജ്ഞാനമില്ല. ശലോമോന് ജ്ഞാനമുണ്ട്, അഭിഷേകമില്ല. 2 അപകടമാണ്. അഭിഷേകമില്ലാത്ത ജ്ഞാനവും ജ്ഞാനമില്ലാത്ത അഭിഷേകവും 2 അപകടമാണ്. ശലോമോൻ ഏറ്റവും അവസാനം ഒരു ദുരന്തത്തിൽ അവസാനിച്ചു, പരാജയത്തിൽ അവസാനിച്ചു. ശലോമോൻ ക്ഷേത്രവും ഒക്കെ പണിത് വിഗ്രഹങ്ങളെ സേവിച്ച് വിശ്വാസികന്മാരുടെ പട്ടികയിൽ പേരില്ലാതെ ഒരു പരിതാപകരമായ പരാജയത്തിലേക്ക്. എന്നാൽ ശിംശോൻ അഭിഷേകമുണ്ട്, ജ്ഞാനമില്ല. അതും വളരെ ശോധനീയമായ പര്യവസാനം. എവിടെ കിടക്കണമെന്നോ, എവിടെ തലവെച്ചുറങ്ങണമെന്നോ, എന്താണ് തന്റെ ദൗത്യമെന്നോ, തന്റെ വിളിയെന്നോ തിരിച്ചറിയാതെ ഈ ലോകത്തിന്റെ സൗകര്യങ്ങളിൽ, സുഖങ്ങളിൽ, ഈ ലോകം നൽകുന്ന ആശ്വാസങ്ങളിൽ തലവെച്ചുറങ്ങിയപ്പോൾ ശിംശോന്റെ തലമുടിയും പോയി, കണ്ണും പോയി. എന്റെ അർത്ഥം, തലമുടി ദൈവശക്തിയെ കാണിക്കുന്നു, കണ്ണ് കാഴ്ചയെ കാണിക്കുന്നു. 2 നഷ്ടപ്പെട്ടു. പിന്നത്തേതിൽ ബൈബിൾ പറയുന്നു, മുടി വളർന്നു, അഭിഷേകത്തിലേക്ക് തിരിച്ചു വന്നു. അഭിഷേകത്തിലേക്ക് തിരിച്ചു വന്നു, ദൈവശക്തിയിലേക്ക് തിരിച്ചു വന്നപ്പോഴും കണ്ണില്ല. അതുകൊണ്ട് മുന്നേറ്റം കുറഞ്ഞു, ദൂരം കുറഞ്ഞു, വിളി ചെറുതായി, ഫിലിസ്തീനോട് കൂടി അവസാനിക്കേണ്ടതായിട്ട് വന്നു. ആ സ്ഥാനത്താണ് യേശു ജ്ഞാനത്തിലും ആത്മാവിലും വളർന്നു. ഇനി 12ാമത്തെ വയസ്സിൽ യേശു ദൈവാലയത്തിൽ തന്റെ മാനുഷികമായ മാതാപിതാക്കളോടൊത്ത് ദൈവാലയത്തിലേക്ക് പോകുന്നു. മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിക്കും. ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരോട് സംവാദിച്ച ക്രിസ്തു മടങ്ങി മാതാപിതാക്കളോടുകൂടെ വീട്ടിലേക്ക് പോരുന്നതായി വീണ്ടും കാണുന്നു. അവിടെ യേശു ജ്ഞാനത്തോടും വളരെ വിവേകത്തോടും ഉപദേഷ്ടാക്കന്മാരോട് സംസാരിക്കുന്ന യേശുവിനെ കാണാൻ കഴിയും. ഈ പൈതൽ വളർന്നു. യേശുവിന്റെ ശൈശവാവസ്ഥയിൽ നിന്ന് ഒരു വളരുന്ന പുത്രൻ, അതിനെയാണ് ബാലൻ എന്ന് പറയുന്നത്, മുതിർന്നു വന്നു. ശൈശവാവസ്ഥ മാറി ജീവിതത്തിന്റെ ആദ്യത്തെ എലിമെന്ററി അല്ലെങ്കിൽ പ്രാഥമികമായ ജീവിതാവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വന്നു. ഇപ്പോൾ ജ്ഞാനത്തോടെ സംസാരിക്കും, വിവേകത്തോട് ഉത്തരം പറയും, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. വളരുന്ന മകൻ, പുത്രത്വത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു പൈതൽ. ഇനി 30ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനോടൊത്ത് യോർദാന്റെ തീരത്തിൽ കാണുന്നു. 30ാമത്തെ വയസ്സിൽ യേശു യോഹന്നാനാൽ സ്നാനമേൽക്കേണ്ടതിന് യോർദാൻ നദിയിൽ അവന്റെ അടുക്കൽ വരികയും അവിടെ വെച്ച് സ്നാനമേൽക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പൂർവ്വകാലത്തെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ 3 തെളിവുകളല്ലാതെ മറ്റൊരു രേഖകളും നമുക്ക് ലഭ്യമല്ല. ഈ 30 വർഷക്കാലത്തെ നിശബ്ദ ജീവിതഘട്ടം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപുണ്ടായിരുന്ന 30 വർഷക്കാലം ക്രിസ്തുവിന് എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ യേശു പ്രവർത്തിച്ചു എന്ന് അധികം തെളിവുകൾ നമുക്കറിയില്ല. എന്നാൽ ഈ കാലഘട്ടം മുഴുവൻ പിതാവാം ദൈവം പുത്രനെ തന്റെ രഹസ്യ ജീവിതത്തെ നിരീക്ഷിക്കുകയായിരുന്നു. സസൂക്ഷ്മമായ നിരീക്ഷണത്തിന്
ശേഷം പുത്രനെ കുറിച്ച് പിതാവ് ഇപ്രകാരം സാക്ഷീകരിച്ചു: ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പി. മത്തായി സുവിശേഷം 3:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യോർദാന്റെ തീരത്ത് കർത്താവ് നിന്നപ്പോൾ പരസ്യമായി ഒരു സ്വർഗീയ അംഗീകാരം ഭൂമിയിലായിരിക്കുന്ന പുത്രന് പിതാവ് നൽകുകയാണ്. ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്നുള്ളത് ന്യായപ്രമാണവും, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ളത് സങ്കീർത്തനങ്ങളും, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രവാചക പുസ്തകം. ഇതൊരു മറുപടിയാണ് കഴിഞ്ഞ 30 വയസ്സ് വരെയും നസ്രത്തുകാരും എല്ലാ യെരുശലേം നിവാസികളും തന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: അമ്മ ആരാണെന്നറിയാം? അമ്മ മറിയ. പിതൃത്വത്തെക്കുറിച്ചൊരു സംശയം. ജോസഫിന്റെ മകൻ, തച്ചന്റെ പുത്രൻ, ജാരസന്തതി, ഇവനൊരു ശമരിയൻ, വേശ്യാപുത്രൻ, പലവിധമായ ഊഹാഭോഗങ്ങള്, ചിന്താഗതികള്, ധാരണകള്. പക്ഷേ കർത്താവ് ഈ ധാരണകൾ മാറ്റാനോ തിരുത്തി കുറിക്കാനോ പിതൃത്വം തെളിയിക്കാനോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ താൻ നിശബ്ദമായി തുടർന്നു. തനിക്കെതിരെ വരുന്ന എല്ലാ ആക്ഷേപ ഹാസ്യ ശബ്ദങ്ങൾക്കും മൗനമായി നിന്ന് കർത്താവ് അതിനോടൊക്കെ പ്രതികരിച്ചു. കാരണം ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ടത് താനല്ല, ആര് തന്നെ അയച്ചോ തന്റെ പിതാവാണ് അത് വെളിപ്പെടുത്തിയത്. ആ ദിവസം വന്നു സ്വർഗീയ പിതാവ് 30ാമത്തെ വയസ്സിൽ യേശു ആരാണെന്ന് അറ്റസ്റ്റ്. യേശുവിന്റെ ശുശ്രൂഷയെ ഒരു എൻഡോഴ്സ്മെന്റ് സ്വർഗത്തിലുണ്ട്. അത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അംഗീകാരമായിരുന്നു. എല്ലാവരും കാണാൻ തന്റെ ഒരു ഗ്രാജുവേഷനായി, പുത്രത്വത്തിലേക്കുള്ള തന്റെ ആ പദവിയിലേക്കുള്ള സ്വീകരിക്കലായിരുന്നു. പുത്രനെ എല്ലാവരും മുമ്പിൽ താൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഇത്രയുമാണ് സ്വർഗം വെളിപ്പെടുത്തിയത്: ഇവൻ എന്റെ പ്രിയ പുത്രനാണെങ്കിൽ അപ്പൻ ഞാനാണ്. നിങ്ങൾ പിതാവിനെ കുറിച്ചും പിതൃത്വത്തെക്കുറിച്ചും നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ട. താഴെ നിൽക്കുന്നത് എന്റെ മകനാണെങ്കിൽ അപ്പൻ ഞാനാണ്. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, ക്രിസ്തുവിന്റെ നാളിതുവരെയുള്ള സൈലന്റ് ഇയേഴ്സ്, രഹസ്യ നാളുകൾ, സീക്രട്ട് ഇയേഴ്സ്, ക്രിസ്തുവിന്റെ ആ വിശുദ്ധിയെക്കുറിച്ച്, രഹസ്യവും പരസ്യമായ ജീവിതത്തിൽ വെളിപ്പെട്ട് കണ്ട നിർമ്മലതയെക്കുറിച്ച് ബൈബിൾ സാക്ഷീകരിച്ചു: ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്റെ അർത്ഥം കഴിഞ്ഞ 30 വർഷം വരെ എന്നെ പ്രസാദിപ്പിക്കുകയായിരുന്നു. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വിളിച്ച് കണ്ടതാ. പിന്നെ ഇപ്പോൾ കാണുന്നത് 30ാമത്തെ വയസ്സിലാണ്. 18 വർഷത്തെക്കുറിച്ച് നമ്മൾ മറ്റു തെളിവുകളൊന്നുമില്ല. ഈ 18 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് സ്വർഗം വെളിപ്പെടുത്തുക: ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്റെ അർത്ഥം അവന്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും ജീവിത ശൈലി കൊണ്ടും പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു യേശുവിന്റെ. വീണ്ടും ബൈബിൾ ഉടനീളം കർത്താവിന്റെ വിശുദ്ധിയെക്കുറിച്ച് സാക്ഷീകരിക്കുന്നത് പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1 പത്രോസ് ലേഖനം 2:22 പറയുന്നു: അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പത്രോസ് ശ്ലീഹ വളരെ വ്യക്തമായി പറയും. വീണ്ടും പൗലോസിന്റെ സാക്ഷ്യം: പാപം അറിയാത്തവൻ. എബ്രായ ലേഖനം പറയുന്നത്: പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, ഇവൻ ദൈവപുത്രൻ എന്ന് കുരിശിന്റെ ചുവട്ടിൽ കാവൽ നിന്ന ശതാധിപൻ പറയുന്നു. നീതിമാൻ എന്ന് പീലാത്തോസിന്റെ ഭാര്യയും പറയുന്നു. നീതിമാനും ക്രിസ്തുവെന്ന് പീലാത്തോസ് ആവർത്തിച്ച് വിളിച്ചു പറയും. നിങ്ങൾ നോക്കണേ പ്രിയമുള്ളവരെ, ശതാധിപനും പീലാത്തോസും പീലാത്തോസിന്റെ ഭാര്യയും ഇനി കാണിച്ചു കൊടുത്ത യൂത പോലും കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു. ക്രൂശീകരണം നടപ്പാക്കുവാൻ നിയോഗിക്കപ്പെട്ട റോമൻ ശതാധിപൻ പോലും ഇവൻ വാസ്തവത്തിൽ ദൈവത്വനായിരുന്നു. ഭൂതങ്ങളും അശുദ്ധാത്മാക്കളും ഒക്കെ യേശുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ പരസ്യമായി അംഗീകരിച്ചതാണ്. സാക്ഷാൽ ദൈവത്വനാണ്. മറുരൂപമലയിൽ വീണ്ടും പിതാവ് വിളിച്ചു പറഞ്ഞു: കഴിഞ്ഞ 3.5 വർഷത്തെ പരിശുദ്ധ ശുശ്രൂഷയിലും ഇപ്പോഴും ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ജീവിതം കൊണ്ട് കർത്താവ് തെളിയിച്ചു കാണിച്ചു. പിതാവ് അംഗീകരിക്കുന്ന പുത്രനാണ്, പിതാവ് മഹത്വപ്പെടുത്തിയിരിക്കുന്ന പുത്രനാണ്. പ്രിയമുള്ളവരെ, ഈ മേൽപ്പറഞ്ഞ എല്ലാ തെളിവുകളും പരിശോധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ ആളത്വത്തിലും ജീവിതത്തിലും ഒരുപോലെ പരിശുദ്ധനായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവം എന്ന നിലയിലുള്ള തന്റെ പരിശുദ്ധിയിലല്ല, പ്രത്യുത മനുഷ്യൻ എന്ന നിലയിൽ തന്നിൽ വെളിപ്പെട്ട് കണ്ട വിശുദ്ധിയാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത്. നമുക്ക് വിശദമായി അടുത്ത പാഠങ്ങളിൽ വർത്തമാനകാലം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധി തുടരുവാൻ കഴിയും എന്നുള്ള വിഷയം നമുക്ക് വീണ്ടും ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കും.